ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 10ഉം 11ഉം വാക്യങ്ങളായിരുന്നു. ഞാനിനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 12ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 12ാമത്തെ വാക്യം: ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ഞങ്ങളോട് ശ്ലാഘിക്കയില്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ 3ാമത്തെ അധ്യായം പഠിച്ചപ്പം ശ്ലാഘ്യപത്രത്തെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. ശ്ലാഘ്യപത്രം എന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ലെറ്റർ എന്നാ പറയുന്നത്. അപ്പം അവിടെ നമ്മൾ പഠിച്ചതായിരുന്നു, അത് ശരിക്കും നല്ലോണം പഠിച്ചു. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇവിടെ പറയുന്ന ഞങ്ങളെ തന്നെ പ്രശംസിക്കുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രശംസയും ആവശ്യമില്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പം കൊരിന്തിലെ പലരും പൗലോസിനെ വിമർശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം നമ്മൾ ആ 3ാം അധ്യായത്തില് ശ്ലാഘ്യപത്രത്തെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, പൗലോസ് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആരുടെയും ശ്ലാഘ്യപത്രം ആവശ്യമില്ല, അല്ലെ വേറെ ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്റർ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ശ്ലാഘ്യപത്രമായി റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് ആ വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 3-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 3-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉണ്ടായ ഒരു സഭയാണ് കൊരിന്ത് സഭ. അവർ വിഗ്രഹാരാധികളായിരുന്നു. ആ വിഗ്രഹാരാധികളായിരുന്ന അവർ ദൈവത്തിങ്കിലേക്ക് വരികയും ദൈവത്തിൽ വിശ്വസിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ താൻ ആയിരിക്കുമ്പോൾ താൻ പറയുകയാണ്, താൻ സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾക്ക് ആരുടെയും പ്രശംസാ പത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല, അല്ല റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയാലാണ് ഇങ്ങനെ ഒരു സഭ ഉളവാകുവാനും വിഗ്രഹങ്ങളെ വിട്ട് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വരുവാനും കാരണമായത്. അപ്പൊ ഇനി ഞങ്ങളെ കുറിച്ച് വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു ജീവനുള്ള ഒരു പ്രശംസാ പത്രമായി നിങ്ങൾ ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. നമുക്ക് മൂന്നാം വാക്യത്തിലേക്ക് പോകാം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുത്തുമല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വേറെ ആരുടെ റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങുവാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ മുമ്പിൽ തെളിവായി നിങ്ങൾ നിൽക്കുക. അതുകൊണ്ട് വേറെ ആരെയും ഒന്നുമില്ല. നമ്മൾ പറയത്തില്ല, കള്ളന്മാരൊക്കെ തൊണ്ടിയോടുകൂടെ പിടിച്ചെന്ന് പറയത്തില്ലേ? അപ്പം തൊണ്ടി ഇനി വേറെ എന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, തൊണ്ടിയോടുകൂടെ പിടിച്ചെന്ന് പറയുമ്പോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കാര്യമാക്കണ്ട. എനിവേ, അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തന്നെ ഒരു ശ്ലാഘ്യപത്രമായിട്ടല്ലേ എന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേറെ റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൗലോസിനെയും കൂടെ ഉള്ളവരെയും ആ കൊരിന്ത്യയിലുള്ള, നമുക്കറിയാം, പൗലോസും അത് കഴിഞ്ഞ് അപ്പല്ലോസും ശുശ്രൂഷകന്മാരായി ഇരുന്ന സമയത്ത് സഭയിൽ യാതൊരു പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല. അവരെ പറ്റി പറയുന്ന മാതൃകാ ചർച്ച തന്നെയായിരുന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു അവരിരുന്നു. അപ്പൊ ആ വചനം പൗലോസും അപ്പല്ലോസും പഠിപ്പിച്ച വചനങ്ങൾ അതുപോലെ തന്നെ അവര് കൈക്കൊണ്ട് അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സഭയാണ്. പക്ഷെ അവർക്ക് ശേഷം വന്ന ദുരുപദേഷ്ടാക്കന്മാർ അവരെ വചനത്തിൽ നിന്ന് പിമ്പോട്ട് പോകുവാനും പല വിഭാഗങ്ങൾ അവിടെ
ഉണ്ടാകുവാനും കാരണമായി തീർന്നത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തത്. പലരും പറയുന്നു പൗലോസ് തന്നെത്താൻ പ്രശംസിക്കുകയാണെന്ന് പറയുന്നു. ആ പൗലോസിന്റെ അപ്പോസ്തലഷിപ്പിനെ കുറിച്ചൊക്കെ അവിടെ ചോദ്യം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞങ്ങള് പ്രശംസിക്കുകയൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പൗലോസിന്റെ ഒപ്പോണൻസ് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. വചനത്തിലുള്ള 2 കൊരിന്ത്യർ ലേഖനം, ഈ ലേഖനം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസിനെ പല കാര്യങ്ങളിലും ഒരു എന്താ പറയുന്നത് വിമർശിച്ചിരുന്നു. കാരണമില്ലാത്ത കാരണങ്ങളാൽ വിമർശിച്ചിരുന്നതായി കാണുവാനായിട്ട് കഴിയും. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 10:12. അവിടെ അവര് വിമർശിച്ചിരുന്നു. അതിന് ഉത്തരമായിട്ട് അവര് പറയുകയാണ്. വായിക്കാം 10:12. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. അവര് പൗലോസിനെ വിമർശിക്കുന്നത് അവരോട് തന്നെയാണ്, വേറെ ആരോടും വെച്ചിട്ടല്ലോ വിമർശിക്കുന്നത്. തങ്ങളോട് തന്നെ തങ്ങളെ അളക്കിയ അവരെ കൊണ്ട് തന്നെ പൗലോസിനെ അളക്കിയാണെന്ന് പറയുന്നത്. എന്നിട്ട് പൗലോസിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 10:2 ഒന്ന് വായിക്കാം. 10:2, 2 കൊരിന്ത്യർ 10:2. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. അപ്പൊ അവിടെ പറയുകയാണ് പൗലോസും കൂട്ടരും ജഡത്തെ അനുസരിച്ച് നടക്കുകയാണെന്ന് അവര് വിമർശിക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, പൗലോസ് ഇത്രത്തോളം ദൈവവചനവുമായിട്ട് ഇന്ന് അവിടെ ഒരു പുതിയ സഭ ഉണരുവാൻ കാരണമായി തീർന്നതും, ഇത്രത്തോളം അവരെ 1.5 വർഷം അവിടെ താമസിച്ച് അവരുടെ കൂടെ താമസിച്ച് വചനം പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ ഒരു ദൈവ ശുശ്രൂഷ അല്ലെ അപ്പോസ്തലനോട് അവര് പറയുകയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുന്നത്. എത്രത്തോളം അവർക്ക് വിഷമം കാണുമെന്ന് അല്ലെ. അത്രത്തോളം പൗലോസിനെ അവർ വിമർശിച്ചു. എല്ലാവരുമില്ല, ഒരു ചെറിയൊരു ഭാഗം മാത്രം എപ്പോഴും പൗലോസിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. അത് അവരല്ലായിരുന്നു ചെയ്യുന്നത്. അവരുടെ ഇടയിലുള്ള ഉപദേഷ്ടാക്കന്മാർ കടന്നു വരികയും ചിലർ പൗലോസിനെ വിമർശിക്കാൻ കാരണമാകുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറയുന്നുണ്ട്, കഴിയും. അപ്പൊ ഇനി പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ കാരണം തരികയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആരോടായി പറയുന്നത്? പൗലോസിനെ അല്ലെ പൗലോസിനോട് ഇപ്പോഴും പക്ഷം ചേർന്ന് നിൽക്കുന്ന അല്ലെ പൗലോസിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ഭാഗം ജനങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് പറയുവാൻ ഞങ്ങൾ അവസരം തരികയാണ്. ഞങ്ങൾ നിർമ്മലതയോടും എന്താ പറയുന്ന നല്ല ഞങ്ങൾ കാപട്യമൊന്നും കാണിച്ചില്ല, ഞങ്ങൾ നിർമ്മലതയോടാണ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ എന്ന് അവരോട് പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതും കാണാറായിട്ടുണ്ട് അല്ലെ. എത്രത്തോളം നല്ല വചനം സംസാരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നവരാണെങ്കിലും നീതിയോടെ നടക്കുന്നവരാണെങ്കിലും അവരെയൊക്കെ വിമർശിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരോട് കൂട്ടുകൂടുന്നവരോട് പോലും എതിർക്കുന്ന ആൾക്കാരാ നമുക്കെല്ലാം കാണുവാനായിട്ട് കഴിയും. അത് നമ്മളുടെ ആത്മീക ജീവിതത്തിൽ തന്നെയാണെങ്കിലും നമ്മളുടെ എന്താ പറയുന്നത് നമ്മളുടെ ജോലി സ്ഥലത്ത് ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ കാണുന്നത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരോടും അസൂയ ഉണ്ടെങ്കിൽ കാരണമില്ലാത്ത കാരണം കണ്ടുപിടിച്ചിട്ട് അവരെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് അതിന് എതിരായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇവിടെ പൗലോസ് അപ്പോസ്തലനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുറെ ഉണ്ട്. അവരോട് പറയുകയാണ്, ഞങ്ങളെ എന്താ പറയുന്നത് ഞാൻ കാരണം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പ്രശംസിപ്പാൻ കാരണം തരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ വിശ്വസ്തയോടെയാണ് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തത്. ഞങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് നമ്മൾ കഴിഞ്ഞ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞല്ലോ, അവരവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ട നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ണ്ടവരാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു. അത് തന്നെ നിങ്ങളോടും അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ദൈവത്തെ ഭയപ്പെട്ട് നിർമ്മലതയോടും വിശ്വസ്തയോടും കൂടെ നടക്കണം. അപ്പൊ ഇവിടെയും പറയുക ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ നിർമ്മലതയോടും വിശ്വസ്തയോടെ നടന്നത്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഞങ്ങൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. അതുപോലെ ഇവരോട് പറയുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം
ഞങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തുടർന്ന് വായിക്കുന്നുണ്ട്. അവര് ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ടാണ് അവര് പക്ഷം പിടിക്കുന്നതെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആം, അവരോട് അവര് എന്താ പറയുക, അവര് പൗലോസിനെ എതിർക്കുന്നതിന് കാരണം അവര് മുഖം നോക്കിയിട്ടാണ് നടക്കുന്നത്, ഹൃദയം നോക്കിയിട്ടല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ 2 കൊരിന്ത്യർ വായിച്ചല്ലോ, 11-ാം അധ്യായത്തിലും കാണുന്നുണ്ട് പൗലോസിനെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവരെ കുറിച്ച് കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 11:12. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരോടെങ്കിലും അസൂയോ വൈരാഗ്യമോ എന്തോ ഉണ്ടെങ്കിലും അവര് ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികളില് അല്ലെങ്കിൽ കുറ്റമില്ലെന്നുണ്ടെങ്കിലും നമുക്കറിയാം, ദാനിയേലിന്റെ ചരിത്രത്തിൽ കാണാം അല്ലെ, ദാനിയേല് വിശ്വസ്തനായിരുന്നു, നീതിമാനായിരുന്നു, എന്നിട്ട് തന്നെയും അവിടെ ഉണ്ടായിരുന്ന ദാര്യാവേശിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അനേകം പ്രഭുക്കന്മാര് ദാനിയേലിന് ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞിട്ട് അവസാനം കുറ്റം കണ്ടെത്തിയ എന്തുവാ, 3 നേരവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ കുറ്റവാ കണ്ടെത്തിയല്ലേ. ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11:12. എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടത് ഞാൻ ചെയ്യുന്ന മേലാലും ചെയ്യും. അവർ പറഞ്ഞത് ഈ പൗലോസിനെ നിന്ദിക്കാനായിട്ട് അവർ കാരണം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ അല്ല, നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. പൗലോസ് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഉവ്വെന്നാണ്. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വാക്കിൽ പോലും സത്യസന്ധത ഇല്ലെന്നും അല്ലെ വിശ്വസ്തത ഇല്ലെന്നും പറയുന്നു. അതിന് നമ്മളിപ്പം വായിച്ച വാക്യം തന്നെ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് അല്ലേ. ആ റോമാലേഖനം എഴുതിയപ്പം പറയാം, നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തോലനോട് പറയുകയാണ്. അപ്പോസ്തോലൻ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ആലോചിച്ച് നോക്കുക, അപ്പോസ്തോലന്റെ ഹൃദയം എന്ത് വിങ്ങി പൊട്ടിക്കാണും അല്ലെ. ഓക്കെ, നമുക്ക് പക്ഷെ അവിടെ പറയുന്നു എന്നെ നിന്ദിക്കാൻ കാരണം അന്വേഷിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു വിഭാഗം പൗലോസിന്റെ എതിരെ നിന്നായിരുന്നു. പൗലോസ് ഈ 13 മുതൽ ആ അധ്യായത്തിൽ തന്നെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവര് എന്താ പൗലോസിന് എതിരെ അല്ല സംസാരിക്കുന്നത്, കാരണം സുവിശേഷത്തിനെതിരെയാണ്. കാരണം സുവിശേഷത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി എപ്പോഴും ഉണ്ടല്ലേ. അപ്പം ഈ പ്രവർത്തികൾക്കെല്ലാം പിറകില് ഒരു അന്ധകാര ശക്തി അല്ലെ, സാത്താനി ശക്തിയുടെ ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടാ പൗലോസിനെ എതിരെ നിന്ന് അവര് സംസാരിക്കുന്നത് അല്ലെ. അപ്പം നമുക്ക് ഒന്ന് വായിക്കാം, 11:13 മുതൽ വായിക്കാം. കാരണം നമുക്കല്ല, സുവിശേഷത്തിന് വേണ്ടി, സത്യസുവിശേഷന് വേണ്ടി നിൽക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന കാരണം കണ്ടെത്തി അവര് പഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കള്ള സുവിശേഷം പറയുന്നിടത്ത് ഒരു പ്രശ്നവുമില്ല, അവിടെ കയ്യടിയുണ്ട്, അവിടെ എല്ലാം ഉണ്ട്, അവരെ പുകഴ്ത്തുകയും എല്ലാം ചെയ്യും, അവരെ ഫോളോ ചെയ്യാൻ അനേകം ആൾക്കാരുണ്ട്. പക്ഷെ സത്യസുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഇവരുടെ അടുത്തെ പ്രതിബദ്ധതകളും അല്ലെ പോരാട്ടങ്ങളും എതിരാളികളും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11:13 വരെയുള്ള 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തോലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമില്ല. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചേക്കാം. വിശ്വാസികൾ ദൈവത്തിലേക്ക് വരുമ്പോൾ അവരെ ആ വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അവരെ അതിലേക്ക് നയിക്കാതെ എങ്ങനെയെങ്കിലും അവരുടെ പാതകളെ തടസ്സപ്പെടുത്താനായിട്ട് ഇരിക്കുന്ന ഒരു ശക്തി അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇനിയുമുണ്ട്. അത് ലോകാവസാനം വരെയും ഉണ്ടാകും. കർത്താവ് തന്നെ പറയുന്നു, ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തും. വിശ്വാസമുള്ളവരെ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എങ്ങനെയും വൃതന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തുക്കൾ ഇറങ്ങി പുറപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ. അന്ത്യകാലത്ത് എല്ലാം, ഇന്ന് നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാന നാളുകളിൽ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സത്യസുവിശേഷത്തിന് എതിർ നിൽക്കാൻ അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് സത്യസുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക,
ദൈവത്തിൽ ജാഗരിക്കുക. ദൈവം കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞ സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ തന്നെ നടത്തപ്പെടുന്നത്. കാരണം ഈ സാത്താന് ശക്തി ഇല്ല എന്നല്ല പറഞ്ഞത്, സാത്താന് ശക്തിയുണ്ട്. പക്ഷെ സർവശക്തനായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. സർവശക്തനായ ദൈവത്തിനാണ് സകല ശക്തിയുമുള്ളത്. നമ്മെ ഒരു വേലയ്ക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ ശക്തിയും പകർന്നു തരുവാൻ ദൈവമുണ്ട്. നമ്മെ ആർക്കും എന്താ പറയുന്നത്, നമ്മെ ആർക്കും തകർക്കുവാനായിട്ട് കഴിയില്ല. കാരണം നാം ആരുടെ മക്കളാണ്? സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ്. ദൈവവചനവുമായി നിൽക്കുന്നവർ പലപ്പോഴും ശത്രുക്കൾ വിചാരിക്കും എന്താ പറയുന്നത്, തളർന്നു പോയി അല്ലെങ്കിൽ തോറ്റുപോയി എന്നൊക്കെ. അവിടെയും നമ്മള് പൗലോസിന്റെ ജീവിതത്തിലും കണ്ട് തളർന്നു പോയെന്ന് ശത്രു വിചാരിച്ച സമയത്തും പൗലോസ് പറയുക, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് എന്തോട് ശക്തമായിട്ടാണ് ദൈവം തരുന്നത്. എവിടെ പോരാട്ടങ്ങൾ ഉണ്ടായാലും നമുക്കും പറയണം, നമ്മെ ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സ്തോത്രം. എവിടെയും ഏത് സ്ഥലത്താണേലും നമ്മെ ജയത്തോട് നടത്താൻ ദൈവം കൂടെയുണ്ട്. സാത്താന് ശക്തിയുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ 1% പോലും വരത്തില്ല സാത്താന്റെ ശക്തി. ദൈവം കൊടുത്തിട്ടല്ലാതെ ഒരു അധികാരവും ആർക്കുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. മുമ്പോട്ട് പോകാം നമുക്ക്. അതുകൊണ്ട് വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് അനേകം പേർ തടിച്ചുകൂടും. പക്ഷേ സത്യസുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് എതിരാളികളാണ് കൂടുതലും ഉള്ളത്. കാരണം ആ സത്യസുവിശേഷത്തിന്റെ അല്ലെ ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് അവർക്ക് ആഗ്രഹമില്ല. ഏതു വിധേനയെങ്കിലും അതിനെ തളർത്താനായിട്ടാണ് എതിർ ക്രിസ്തുവിന്റെ ആൾക്കാർ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെയും പറയുന്ന പൗലോസിനെ നേരെ നിന്ന് പറയുകയാണ്. പൗലോസ് തന്നെ താൻ പ്രശംസിക്കുന്നു, അല്ലെങ്കിൽ പൗലോസിന്റെ വാക്കുകൾക്ക് വിലയില്ല, അങ്ങനെയല്ല. ശരീരം കൊണ്ട് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോഴൊക്കെ കാണും, ശരീരസ്ഥിതിയില് ബലഹീനനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സത്യസുവിശേഷമായി നിൽക്കുന്നവരുടെ കൂടെ ആരെന്ത് പറഞ്ഞാലും സർവശക്തനായ ദൈവമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ് അല്ലെ. വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ദൈവം പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഒരു നാളും ദൈവം നമ്മോട് കൂടെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം പോലും ഇല്ല. ദൈവത്തിന് സ്തോത്രം. മുമ്പോട്ട് പോകാം. 13-ാമത്തെ വാക്യം. ഞാൻ അതിന്റെ POC വേർഷനും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാം. അപ്പൊ ഇച്ചിരി കൂടെ മനസ്സിലാകും. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുമ്പാകെ പുകഴ്ത്തുകയല്ല, പ്രത്യുത ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെ പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് ചെയ്യുന്നത്. ഞങ്ങള് ആരുടെയും മുഖം നോക്കിയിട്ടല്ല, ഹൃദയം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13-ാമത്തെ വാക്യം. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികൾ നിങ്ങൾക്കുമാകുന്നു. ഞങ്ങൾ വിവശന്മാർ എന്ന് POC ബൈബിളിനകത്ത് പറയുന്ന ഉന്മത്തർ എന്നാണ്. ഉന്മത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മത്തരായിരിക്കുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. POC ബൈബിൾ വായിക്കാം. ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ്, ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ നിങ്ങൾക്കും എന്ന് വരികൾ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികൾ നിങ്ങൾക്കുമാവുന്നു. അപ്പം പൗലോസിനെ കുറിച്ച് പറയുന്ന പൗലോസിന് സുബോധമില്ലെന്ന് അവര് കുറെ ആൾക്കാർ പറഞ്ഞു വരുന്നു. അപ്പൊ ഉന്മത്തം ഔട്ട് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മള് സാധാരണ പറയുന്ന ഒരു പേരുണ്ടല്ലോ, ക്രൈസിനെസ് അല്ലെ, അവൻ ക്രേസി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പം പൗലോസ് ക്രേസി ആണെന്നാണ് അവര് പറയുന്നത്. വിവശന്മാർ അല്ലെങ്കിൽ ഉന്മത്തനാണെന്നാണ് പറയുന്നത്. അപ്പം പൗലോസ്, നമുക്കറിയാം പൗലോസിനെ കുറിച്ച് ചിലർ പറയുന്നത് അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ പറയുന്ന, അഗ്രിപ്പാവിന്റെ മുമ്പാകെ വിസ്തരിക്കപ്പെട്ടപ്പോ പൗലോസിനോട് അഗ്രിപ്പാവ് തന്നെ പറഞ്ഞു, പൗലോസെ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26:22. ഇത് കൊരിന്ത്യർ തന്നെയല്ല പറയുന്നത്. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26:22 മുതലുള്ള വാക്യങ്ങൾ. എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു.
ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്ത് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്രവാചകന്മാരും മോശയും ഒക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ വെളിച്ചം പ്രകാശിപ്പാനായിട്ട് ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പ്രതിവാദിക്കൽ ഫെസ്തോസ് പറയുകയാണ്, പൗലോസ് നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. അപ്പം എന്താണ് പ്രശ്നമെന്ന് പറയുന്നത്? പലപ്പോഴും അഗ്രിപ്പാവും ഫെസ്തോസും ഒക്കെ പൗലോസിന്റെ അടുക്കൽ വന്ന് പൗലോസിന്റെ വചനം കേൾക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു, അല്ലെ? ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാം, നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇപ്പൊ മതി, പിന്നെ ഞാൻ വന്ന് പിന്നെ വന്ന് ഞങ്ങൾ കേട്ടോളാം എന്നൊക്കെ. എന്തുകൊണ്ടാ അത്? സത്യം കേട്ടിട്ടും സത്യം മനസ്സിലായിട്ടും സത്യം അനുസരിപ്പാൻ താല്പര്യവും അനുസരണവും ഇല്ലാത്തത് കൊണ്ടാണ് എതിർ പറയുന്നത്. ഒന്നുകൂടെ പറയാം, സത്യം കേട്ടിട്ടും സത്യം മനസ്സിലായിട്ടും സത്യം അനുസരിപ്പാൻ താല്പര്യവും അതിനോടൊരു ഒബീഡിയൻസും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവിടെ പൗലോസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് വചനം സത്യസുവിശേഷം പറയുന്ന യേശു കർത്താവിന്റെ എന്താ പറയുക, അപ്പോസ്തലന്മാര് വിവരമില്ലാത്തവരായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. അവർ പഠിപ്പൊന്നും ഉള്ളവരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവർക്ക് ദൈവത്തെ മനസ്സിലായി. യേശുവിന്റെ സത്യം യേശു കർത്താവ് കൂടെ നടന്നപ്പോൾ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ ആ പരീശന്മാർക്കോ ആ ഗമാലിയലിനെ പോലുള്ള വലിയ പണ്ഡിതന്മാർക്കോ നിക്കോദീമോസിനെ പോലുള്ള വലിയ പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ ശാസ്ത്രിമാർക്കോ ന്യായശാസ്ത്രിമാർക്കോ കർത്താവ് പറഞ്ഞത് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട്. പല കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മൂന്നര വർഷക്കാലം അവരോട് വചനം പറഞ്ഞു നടന്ന, എന്നിട്ടും പല കാര്യങ്ങളും കർത്താവ് പറയുമ്പോൾ കർത്താവിന് നേരെ യഹൂദന്മാർ കല്ലെറിയാനൊക്കെ ശ്രമിച്ചിട്ട്. എന്തുകൊണ്ടാ? അവരെ കുറിച്ചാ പറയുന്നത് അവർക്ക് മനസ്സിലായത് കൊണ്ടാ. പക്ഷെ എന്താ? അനുസരിപ്പാൻ മനസ്സില്ലാത്തത് കൊണ്ട് കർത്താവിനെതിരെ എന്ന് അവര് പറയാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളോടൊന്ന് വായിച്ചിട്ട് പോകാം. പൗലോസിനെ തന്നെയല്ല പറഞ്ഞത്, കർത്താവിനെയും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:48. യോഹന്നാന്റെ സുവിശേഷം 8:48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പം പൗലോസിനെ തന്നല്ല പറഞ്ഞ്, കർത്താവിനെയും പറഞ്ഞു. ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിക്കാം. മർക്കോസ് 3:21. അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. ചാർച്ചക്കാര് വീട്ടുകാരൊക്കെയാ. യോഹന്നാൻ 10:20. അവരിൽ പലരും, അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന്? അപ്പം ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, കർത്താവിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? അതുമല്ല, പഴയ നിയമ പ്രവാചകന്മാരും അങ്ങനെ യിരെമ്യാവിനെയൊക്കെ പറഞ്ഞില്ലേ? എല്ലാവരെയും പറഞ്ഞു. സത്യം പറയുന്നിടത്ത് മുമ്പേ പറഞ്ഞതുപോലെ സാത്താന്റെ ദൂതന്മാർ വെളിച്ചത്തിന്റെ സുവിശേഷകരുടെ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അനുസരിപ്പാൻ കഴിയില്ലാത്തത് കൊണ്ട്, ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുന്നവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടും ആ കേൾക്കുന്ന സത്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിന് സമർപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് വരുവാൻ മടിയുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ എതിര് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും വിമർശിക്കാൻ പറഞ്ഞാൽ, നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ വിഷമിക്കണ്ട. കാരണം നമ്മൾ സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്ന, അല്ലെ സത്യസുവിശേഷമാണ് പറയുന്നത്. നീതിയോടെ ജീവിക്കുന്നവർക്ക് മേൽ മാത്രമേ ഏറുകൾ കിട്ടത്തുള്ളൂ, അല്ലാത്തവർക്ക് യാതൊരു ഏറും കിട്ടത്തില്ല. ഒരു കുഴപ്പവും ഇല്ല, അല്ലെ? അപ്പം പലരും എവിടെങ്കിലും പോരാട്ടങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതികൂലങ്ങളോ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലും മടിയുള്ളവരായി ഈ കൂട്ടത്തിലൊക്കെ, നമ്മുടെയൊക്കെ എല്ലായിടത്തും ഉള്ളവരല്ലേ? അപ്പൊ അതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, പൗലോസ് പറയുന്നത്, ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, മരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഗലാത്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാലത്ത് ആ കർത്താവിനെ അറിയാതിരുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ യഹൂദനായിരുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതായിരുന്നു. ഞാൻ ഭയങ്കര ഭ്രാന്തോടു കൂടിയാ പീഡിപ്പിച്ചെന്ന് പറയുന്നത്. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ
അതിനേക്കാൾ എരിവോടെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 1:13-14 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 1:13-14 വാക്യങ്ങൾ. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുദ്രികയും ചെയ്തു. അപ്പം പൗലോസ് അപ്പോസ്തലൻ മതഭ്രാന്തി ഇച്ചിരി കൂടുതലായിരുന്നല്ലേ? അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അധികമായിട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. ക്രിസ്തുവിന് വേണ്ടി ഭ്രാന്തോടെ ഇരിക്കുന്ന ഒരു അപ്പോസ്തലൻ, അത് നല്ലതായല്ലേ? ക്രിസ്തുവിന് വേണ്ടി ഭ്രാന്തോടെ ഇരിക്കാൻ ദൈവം നമ്മളെയും അങ്ങനെ ഇടയാക്കട്ടെ അല്ലെ? ലോകത്തിന് വേണ്ടി ഭ്രാന്തോടു കൂടെ ഇരിക്കാനല്ല, ദൈവത്തിന് വേണ്ടി ഭ്രാന്തോടു കൂടെ ഇരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ കർത്താവിന് വേണ്ടി ആ യഹൂദ മതത്തിൽ താൻ വാശിയോടെ പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെ, എരിവോടുകൂടെ പ്രവർത്തിച്ചിരുന്നത് പോലെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അധികം എരിവോടെ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് ഒരു എന്താ പറയുക, ഭ്രാന്തിളകി എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അഗ്രിപ്പാവ് അല്ലെ ഫെസ്തോസ് പറഞ്ഞതുപോലെ, പൗലോസ് നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ, ഇവിടെയും പൗലോസിന്റെ ഒപ്പോണൻസ് പറയുന്നത് പൗലോസിനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തോന്നിയാല് അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്? തനിക്ക് വേണ്ടിയാണോ? അല്ല, ദൈവത്തിനു വേണ്ടി ഭ്രാന്ത് പിടിച്ചൊരു പൗലോസ് അപ്പോസ്തലനെയാണ് കാണുന്നത്. അപ്പം കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പൗലോസിന് ഇത്രത്തോളം എരിവോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിപ്പാൻ കാരണമായി തീർന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ ദൈവത്തിനും. ഞങ്ങൾ മതഭ്രാന്തുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഔട്ട് ഓഫ് മൈൻഡിലാണെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല. അത് അവരുടെ ഒപ്പോണൻസിനോടാണ് പറയുന്നത്. അതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നുകിൽ ആ ദൈവത്തോടുള്ള തീഷ്ണതയും, ഒന്നുകിലല്ല, ഒന്നാമത് ദൈവത്തോടു ഉള്ള തീഷ്ണതയും, രണ്ടാമത് തന്റെ സഹപ്രവർത്തകരും ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ അറിയണം, ആ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് വരണം. ഞാൻ ഒരിക്കൽ ആ വെളിച്ചം അറിയാതിരുന്നത് കൊണ്ട് ഞാൻ ആ ന്യായപ്രമാണത്തിന് അധീനനായി ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നുണ്ടല്ലേ, ആ രീതിയിൽ ജീവിച്ചവനായിരുന്നു. ന്യായപ്രമാണത്തെ കുറിച്ച് എരിവേറി നടന്നു എങ്കിലും ഒരിക്കൽ ക്രിസ്തുവിന്റെ വചനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വെളിച്ചം ഹൃദയത്തിൽ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആർ വിടുവിക്കുമെന്ന് പറഞ്ഞല്ലേ? അത്രത്തോളം മരണത്തിന് അധീനമായ ശരീരമായിരുന്നു, അല്ലെ പാപത്തിന് അധീനമായിരുന്ന ഒരു ജീവിതമായിരുന്നു തൻ്റെ എന്ന് മനസ്സിലായപ്പോൾ താൻ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിന് സ്തോത്രം, ഞങ്ങളെ ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്നൊക്കെ വിട്ടുപിച്ച് കർത്താവിന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ അനേകർ ഇപ്പോഴും പാപത്തിന്റെയും മരണത്തിന്റെയും അധീനതയിൽ കഴിയുമ്പോൾ അവരെയൊക്കെ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ് താൻ മതഭ്രാന്തനെ പോലെ അല്ലെ ക്രിസ്തുവിന് വേണ്ടി എരിവേറി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നത്. അപ്പം ഞങ്ങൾ വിവശർ എന്നുവരികൾ ദൈവത്തിന്. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ രാജ്യമൗത്വത്തിന് വേണ്ടിയും. അതുപോലെ തന്നെ അനേകർ ദൈവത്തിലേക്ക് വരുവാൻ കാരണമാകുവാൻ താൻ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്റെ കൂട്ടു സഹോദരങ്ങളുടെ ആത്മീയ വർധനയ്ക്കും വേണ്ടിയാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങളോട് കൂടെയാണ് കർത്താവിന്റെ സുവിശേഷത്തിനു വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എരിവോടെ പ്രവർത്തിച്ചത്. അപ്പം അതിനുള്ള കാരണങ്ങൾ, താൻ എരിവോടെ പ്രവർത്തിക്കുന്നതിനുള്ള കാരണങ്ങളും താൻ പറയുന്നുണ്ട് താഴോട്ട്. ഞാൻ ആദ്യം ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്താ പറയുന്നത്? ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ ദൈവത്തിനും, ഞങ്ങൾ വിവശന്മാർ എന്ന് വരികൾ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികൾ നിങ്ങൾക്കുമാകുന്നു. അങ്ങനെ പൗലോസ് പ്രവർത്തിക്കാൻ കാരണമെന്ന് പറയുന്നത് താൻ താഴത്തെ വാക്യത്തിൽ പറയുന്നു. നമുക്ക് വായിക്കാം, നമ്മൾ അങ്ങോട്ട് പോകട്ടെ. 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ നീ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ടത്തെ തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുക. എന്തിന്? ആ എരിവോടെ പ്രവർത്തിക്കുവാൻ വേണ്ടി. കാരണം ഞങ്ങൾ ഒരിക്കൽ പാപത്തിന്റെ അടിമത്തിലായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോട് കൂടെ സ്വർഗ്ഗസ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്നും സാത്താന്റെ അടിമത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ
പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും കർത്താവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നതല്ലേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെളിച്ചമാകുന്നു, ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ആ വെളിച്ചത്തിലായവർക്ക് മാത്രമേ ആ വെളിച്ചത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഏത് സ്നേഹം? ആ കാൽവറിയിലെ സ്നേഹം. ആ എന്താ പറയുന്നത്, നമ്മളെ ഗലീലയിലൂടെ നടന്ന എല്ലാവരെയും സ്നേഹിച്ച കർത്താവ് കർത്താവാണ്. ആ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തന്റെ കൂട്ടുകാരനു വേണ്ടി ജീവനെ അർപ്പിച്ച സ്നേഹം, നമുക്ക് വേണ്ടി ജീവനെ തന്ന സ്നേഹം, രോഗിയെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, എല്ലാം ചെയ്തു. അതൊക്കെ നല്ലതാണ്. എങ്കിൽ തന്നെയും അതിലെല്ലാം ഉപരിയായി നമ്മുടെ നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ സ്നേഹം, ക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവനായിട്ട് തന്നെ, മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നത് ഞങ്ങളും നിർണയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ വിഷമിക്കില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. ഇത്രത്തോളം പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെയും നടുവിൽ താനെ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, താൻ എത്രത്തോളം കഷ്ടങ്ങൾ, എത്രത്തോളം കപ്പൽച്ചേതത്തിൽ അകപ്പെട്ടു, എത്ര പ്രാവശ്യം തല്ലുകൊണ്ടു, എത്ര പ്രാവശ്യം തടവനുഭവിച്ചു, കപ്പലിലെ ആപത്ത്, കടലിലെ ആപത്ത്, അങ്ങനെ പല ആപത്തുകളിലും പോയിട്ടും പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ, അന്ത്യം വരെയും മരണത്തോളം ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ഒരേ ഒരു കാരണമുണ്ട്: ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു, ഞങ്ങളെ ജീവങ്കിലേക്ക് കൊണ്ടുവന്ന ആ സ്നേഹത്താലാണ് ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തവരും ദൈവത്തിന് വേണ്ടി എതിര് നിൽക്കുന്നവരും എന്താണ് അങ്ങനെ എതിര് നിൽക്കാനും പ്രവർത്തിക്കാതിരിക്കാനും കാരണമെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിയെങ്കിൽ, എന്നെ എൻ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത എന്റെ ദൈവത്തിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയെങ്കിൽ എന്റെ ദൈവത്തിന് വേണ്ടി വാതുറക്കാൻ എനിക്ക് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എന്നെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ ഗലാത്യ ലേഖനം 5:6 മുതലുള്ള വാക്കിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടു. നമുക്ക് പറയാൻ കഴിയുമോ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു? നമുക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെന്ന് നമ്മൾ പറയുമല്ലേ? നാം ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമുക്കും പൗലോസ് അപ്പോസ്തലനെ പോലെ പറയണം. വായിക്കാം. ഗലാത്യ ലേഖനം 2:20 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. അപ്പം ഇവിടെ നാം പറയുന്നു, ക്രിസ്തുവിന്റെ കൽവറിയിലെ സ്നേഹത്തെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ച സ്നേഹം. അപ്പം ആ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു എങ്കിൽ നാം അവനു വേണ്ടിയും മരിക്കണം. എങ്ങനെ മരിക്കണം? നാം ജഡസംബന്ധമായി മരിക്കണം, അല്ലെ? നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. നമുക്ക് വേണ്ടി കർത്താവ് എപ്പോഴാ മരിച്ചേ? നമ്മൾ നല്ലവരായിരുന്നപ്പോഴാണോ? നമ്മൾ നീതിമാന്മാരായിരുന്നപ്പോഴാണോ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്? റോമാലേഖനം 5-ാം അധ്യായം പറയുന്നു, എപ്പോഴാ നമുക്ക് വേണ്ടി മരിച്ചത്? നാം പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ ആ മരിച്ചത്, അല്ലേ? നമുക്ക് വേണ്ടി മരിച്ചത്. നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 5:6, 7, 8 വാക്യങ്ങൾ വായിച്ചു പോകാം. നാം അറിയാവുന്ന വാക്യാണല്ലോ. റോമാലേഖനം 5:6, 7, 8. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പം ക്രിസ്തു നീതിമാന് വേണ്ടിയല്ല മരിച്ചത്, ഭക്തർക്ക് വേണ്ടിയല്ല മരിച്ചത്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല മരിച്ചേ. ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? നീതിയോടെ ജീവിക്കുന്നവൻ ആർക്കും ഉപകാരമൊന്നുമില്ല, സ്വന്തം കാര്യം നോക്കി നീതിയോടെ ആർക്കും ഒരു ഉപദ്രവവുമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ആരും മരിക്കത്തില്ല. പക്ഷെ ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. പക്ഷെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ
ദൈവം തനിക്ക് നമ്മുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം ഗുണവാനായിരുന്നില്ല, നാം നീതിമാന്മാരായിരുന്നില്ല, നാം ആരായിരുന്നു? പാപികളായിരുന്നു. പാപികൾക്ക് വേണ്ടി ആരും മരിക്കാനില്ലാത്തിടത്തെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് തന്നുള്ള സ്നേഹത്തെ നമ്മുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഓക്കെ, അപ്പം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5:15. റോമാലേഖനം 5:15. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഏത് ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചത്? ആദാമിന്റെ ലംഘനത്താൽ. ആദം പാപം ചെയ്തതിൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കും. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച സ്നേഹമല്ലേ ക്രിസ്തുവിന്റെ സ്നേഹം. ആ ദൈവത്തിന്റെ സ്നേഹത്താലാണ് നമ്മൾക്ക് വേണ്ടി ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. 1 യോഹന്നാൻ 2:2 പറയുന്നു, 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സകല ലോകത്തിന്റെ പാപത്തിനും തന്നെ. നമ്മുടേത് മാത്രമല്ല സകല ലോകത്തിന്റെയും. ഇതുവരെ ജീവിച്ചു മരിച്ചവർക്കും ഇനി ജനിച്ച് ജീവിക്കാനിരിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ആർക്കും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടല്ല റോമാലേഖനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. അപ്പം ദൈവത്തെ വേണ്ടാത്ത ആരുമില്ല, ക്രിസ്തുവിനെ വേണ്ടാത്ത ആരുമില്ല. എല്ലാവർക്കും ദൈവത്തെ വേണം, അല്ലേ? എല്ലാവർക്കും ഒരു രക്ഷകനെ വേണം. പക്ഷെ യൂണിവേഴ്സലിസം പ്രസംഗിക്കുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വെച്ചാൽ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, അതുകൊണ്ട് നമ്മള് എല്ലാവരും രക്ഷിക്കപ്പെട്ടു. അതല്ല, അത് സത്യമല്ല. അങ്ങനെയുള്ളവരുടെ ഒരു റിപ്ലൈ ആണ് കർത്താവിന്റെ വചനം തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 3:15-16. യോഹന്നാന്റെ സുവിശേഷം 3:15-16. എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ലോകത്തെ സ്നേഹിച്ചതിനാലാണ് ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചത്. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ, എല്ലാവർക്കും വേണ്ടി മരിച്ചു എങ്കിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അല്ലെ? ആദാമ്യ പാപം മൂലം എല്ലാവരും മരിച്ചു. അപ്പം ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് അയച്ച് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആയി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് എല്ലാവർക്കും രക്ഷ തന്നു. ഇനി നമ്മൾ വായിച്ച എങ്ങനെയായിരുന്നു? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചു. എല്ലാവരും മരിച്ചോ? നമ്മളെല്ലാവരും മരിച്ചവരാണോ? ആണ്, അല്ലേ? അപ്പൊ ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? എങ്ങനെ മരിക്കണം? നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നവരല്ലേ, പക്ഷെ നമ്മൾ എങ്ങനെയാ മരിക്കണ്ടേ? ജഡം സംബന്ധിച്ച് നാം മരിക്കണം. നമ്മൾ ആത്മാവ് ഓൾറെഡി മരിച്ചവരായിരുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് ആത്മാവിന് ജീവൻ തന്നു. നമ്മൾ പണ്ട് ആത്മാവിൽ മരിച്ചവരായിരുന്നപ്പോൾ എന്തായിരുന്നു ജീവിച്ചിരുന്നത്? നമ്മൾ പ്രകടമായിരുന്ന ജഡത്തിന്റെ സ്വഭാവമായിരുന്നു, അല്ലെ? നാം ആത്മാവിനാൽ ജീവിക്കപ്പെട്ടപ്പോൾ നമ്മളുള്ള ജഡം മരിക്കണം. ജഡം മരിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനായിട്ട്
കഴിയത്തുള്ളൂ. അപ്പം നാം ജഡം മരിക്കണോന്ന് പറഞ്ഞാൽ, നാം മരിക്കണോന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം മരിക്കണം, നമ്മുടെ ജഡ സ്വഭാവം മരിക്കണം, ജഡത്തിന്റെ മോഹങ്ങളെ നമ്മൾ മരിപ്പിക്കണം. ഇപ്പൊ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. അപ്പം നമ്മുടെ ജഡ സ്വഭാവത്തെ നാം മരിപ്പിക്കണം. അപ്പൊ ജഡത്താലുള്ള നമ്മളുടെ മോഹങ്ങളെ മരിപ്പിക്കണം. അപ്പം നമ്മുടെ ജഡ മനുഷ്യനെ മരിപ്പിച്ചാൽ മാത്രമേ നമ്മളുടെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ശക്തിപ്പെടുകയുള്ളൂ. കാരണം നമ്മൾ ഏതിന് തീറ്റ കൊടുക്കുന്നോ അതായിരിക്കും ബലം പ്രാപിക്കും. നമ്മൾ അകത്ത മനുഷ്യന് കൂടുതൽ തീറ്റ കൊടുത്താൽ അത് കൂടുതൽ ബലം പ്രാപിക്കും. അകത്ത മനുഷ്യന്റെ തീറ്റ എന്തുവാ? ദൈവവചനമായല്ലേ? അല്ലെങ്കിൽ ആ അകത്ത മനുഷ്യൻ ശോഷിക്കുകയും പുറത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, തങ്ങൾക്കായി മരിച്ചുയർത്തനായിട്ട് ജീവിക്കുന്നു. അങ്ങനെ തങ്ങൾക്കായി മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കണമെങ്കിൽ നാം മരിക്കണം, എല്ലാവരും മരിക്കണം. റോമാലേഖനം 6:1 മുതലുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. റോമാലേഖനം 6:1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരു നാളും അരുത്. കൃപ കൂടുതലുണ്ട് നമുക്ക്, പക്ഷെ പാപം ചെയ്യരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ. അപ്പൊ നാം മരിച്ചിട്ട് നാം ബലപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേക്കുന്നത് നാം ജീവന്റെ പുതുക്കത്ത് നടക്കേണ്ടത് തന്നെ. 5-ാമത്തെ വാക്യം, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നമുക്ക് ചെയ്യാം, അതെല്ലാം കർത്താവ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞതാ. ഇനി നാം ചെയ്യാനുള്ളതാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നറിയണം. അവനോടുകൂടെ മരിച്ചു. കുരിശും എടുത്തോണ്ട് നടക്കുന്നവരാ, മരിക്കാൻ പോകുന്നവരാ കുരിശും എടുത്തോണ്ട് നടക്കുന്നത്. അപ്പം നമ്മുടെ ജഡശരീരത്തെ നാം മരിപ്പിക്കണം. ഇങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പാപ സംബന്ധമായി നാം മരിക്കണം. അങ്ങനെ മരിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാനായിട്ട് ഒക്കൂ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, ഇനി നാമും മരിച്ചു, അല്ലെ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നാം എല്ലാവരും മരിച്ചു എന്നും, ഇനി 15-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അപ്പം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. 15-ാമത്തെ വാക്യം, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിക്കുന്നു. അത് കോംപ്ലിക്കേഷൻ ആയല്ലേ, അല്ലെ? അപ്പം എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചു, അതുകൊണ്ട് നാം എല്ലാവരും മരിച്ചു. ഇനി ജീവിക്കുന്നവര് ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്? തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കുന്നു, അല്ലെ? നമ്മളുടെ ജഡസംബന്ധമായി നാം മരിച്ച് ആത്മസംബന്ധമായി നാം ജീവിക്കണം. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയായി തീരുന്നതിനെയാണ് പറയുന്നത് നാം ജഡസംബന്ധമായി മരിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഇനി ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജഡവും മരിക്കണം, അല്ലെ? അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കണം, അല്ലെ? അപ്പൊ നമ്മെ പുതു സൃഷ്ടിയാക്കി തീർത്തു. നമ്മള് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്നു. എഫെസ്യ ലേഖനം 2:1 മുതലുള്ള വാക്യങ്ങളാ പറയുന്നത്. നമ്മെ എന്നിട്ട് ആ ക്രിസ്തുവിന്റെ ആ രക്തത്താൽ, കാൽവറിയിലെ മരണത്താൽ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നെന്നാ പറയുന്നത്. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെന്നാ പറയുന്നത്, അല്ലെ? ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്നെങ്കിലും ഞങ്ങള് വിശ്വസിക്കുന്നുണ്ട് കർത്താവിനോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇനി നാം നാം എന്തുകൊണ്ട് തന്നെ അന്വേഷിക്കേണ്ടത്? ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. കൊലോസ്യർ ലേഖനം 3:1-2 പറയുന്നു, നാം
ക്രിസ്തുവിനോട് മരിച്ചു അല്ലേ? ഇനി നാം ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുകയും ചെയ്യണം. അപ്പൊ നാം നമ്മുടെ നരകം മാറി നാം പുതിയ സൃഷ്ടിയായി തീർന്നു, നിത്യജീവന്റെ അവകാശത്തിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാ അങ്ങനെ ആയിത്തീർന്നത്? നാം തന്നെത്താൻ ചെയ്തതല്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് നാം ജീവിക്കണം. നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും മരിച്ച് നാം ജീവിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്? നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റ ഒരുവനായിട്ട് നാം ജീവിക്കണം. അപ്പം ഈ ലോകത്തിന്റെ അല്പവാസം കഴിഞ്ഞ് നാം വാഗ്ദത്ത നാട്ടിലെത്തി ആരോടുകൂടിയാ ജീവിക്കേണ്ടത്? നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനോട് കൂടിയാ നാം ജീവിക്കേണ്ടത് അല്ലേ? ഈ ലോകത്തിൽ എതിരുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. സാരമില്ല, കേട്ടില്ലെന്നൊക്കെ നടിച്ച് മുമ്പോട്ട് പൊയ്ക്കോ. കാരണം നാം അവർക്ക് വേണ്ടി ഒന്നുമല്ല ജീവിക്കാൻ പോകുന്നത്. നാം നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടിയിട്ടാണ് നാം ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മെ അത്യന്തം ജയോത്സവമായി ക്രിസ്തുവിൽ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിനോട് കൂടെ അങ്ങ് നടന്നാൽ മതി. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടത്ത. നമ്മള് ക്രിസ്തുവിനെ സേവിക്കുന്നവരൊക്കെ എല്ലാവരും പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയുന്നു. പ്രതിഫലമൊക്കെ കിട്ടും. പക്ഷെ അവിടെ പ്രതിഫലത്തിനല്ല കാര്യം. ക്രിസ്തുവിനാ അവിടെ താല്പര്യം. ക്രിസ്തുവിനെ കാണുമ്പോൾ പ്രതിഫലങ്ങളൊക്കെ താഴെ ഇടുന്ന ഒരു സമയം വരും. എത്ര പ്രതിഫലം കിട്ടിയാലും, അതല്ലേ റെവലേഷനിൽ പറയുന്നത്, കർത്താവിനെ കാണുമ്പോൾ പ്രതിഫലങ്ങളൂടെ മറന്നുപോകും. കിട്ടിയ പ്രതിഫലങ്ങളെല്ലാം കർത്താവിന്റെ കാൽക്ക വെക്കും. എവിടെയാ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 4:11. വെളിപ്പാട് പുസ്തകം 4:11. കർത്താവെ, നീ സർവവും നിർമ്മിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിലിട്ടു. കർത്താവിനെ കാണുമ്പോൾ സിംഹാസനങ്ങളെല്ലാം അതിന്റെ കർത്താവിനെ കാണുമ്പോഴേ പ്രതിഫലങ്ങളെല്ലാം താഴെ വിട്ടു. അപ്പൊ നാം പ്രതിഫലങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. നാം ആർക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്? നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റവനായിട്ട് നാം ജീവിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവമക്കളാണ്. കൺവീനാൻ യോനാനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, കൺവീനാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു. ഇനി എന്നെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ഇരിക്കേണ്ടതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ആരൊക്കെ സദൃശന്മാരാകുന്നേ? ഈ ലോകത്തിന് സദൃശന്മാരല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സദൃശന്മാരല്ല. നമ്മൾ ആർക്കാ സദൃശന്മാരാകാൻ പോകുന്നേ? നമുക്ക് വേണ്ടി മരിച്ച ഒരുവനോട് സദൃശന്മാരാകാൻ പോകുക അല്ലെ? അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി മരിച്ച ഒരുവന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. എല്ലാവരും പുസ്തകം എടുത്തു. കാരണം നാം അവന് വേണ്ടി ജീവിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ ജീവിപ്പിച്ച ഒരുവന് വേണ്ടി നാം ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ അവസാനം വരെ ഞാൻ വായിക്കും കേട്ടോ. 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പതിയെ വായിച്ചു പോകാം. ഇന്ന് വേറെ ഒന്നും എടുത്തില്ലേലും കുഴപ്പമില്ല, അത്രയും വായിച്ച് നമുക്ക് പോകാം. റോമാലേഖനം 6:8. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തു മരിക്കയില്ല എന്ന് നാം അറിയുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി മരിച്ചു. അങ്ങനെ പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടിയാ മരിച്ചത്? പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ലായിരുന്നു, അവൻ പാപം അറിയില്ലായിരുന്നു എന്നാ വചനം പറയുന്നല്ലേ. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുമ്പോൾ പാപികളായ നമ്മളുടെ പാപം സംബന്ധിച്ച് അവൻ മരിച്ചു. അവൻ മരിച്ചത് 10-ാമത്തെ വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണവേ. റെക്കൺ യുവർ സെൽഫ് എന്നാ അവിടെ പറയുന്നത്. ആ ഔവണ്ണം അല്ലെ കൗണ്ട് യുവർ സെൽഫ് എന്നാ പറയുന്നത്. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും നാം പാപം സംബന്ധമായി
സംബന്ധമായി ജഡത്താലുള്ള സകല മോഹങ്ങളും വെടിഞ്ഞ് പാപത്തിന് ജീവിക്കയില്ല എന്ന് മരിച്ചു പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവേൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ഒരു കാലത്ത് നമ്മൾ അനീതിയുടെ ആയുധങ്ങളായി നമ്മെ പാപത്തിന് സമർപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഇനി നമ്മളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തിയല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിനുള്ള കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്ന് ഒരു നാളുമല്ല. കൃപയുള്ളത് കൊണ്ട് പാപം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെ. പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു എന്ന് റോമാലേഖനം 5-ാം അധ്യായം അവസാന വാക്കുകളിൽ പറയുന്നു. പക്ഷെ പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു എന്ന് വെച്ചാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കൃപ എന്ന് പറയുന്നത്. നാം ഈ പാപലോകത്ത് ജീവിക്കുമ്പോൾ പാപം ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കൂടി വരുന്നുണ്ട്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി, നാം പാപം ചെയ്യാതിരിക്കാനാണ് കൃപ നമ്മേൽ പകരുന്നത്. നാം അകൃത്യമുള്ള ഈ തലമുറയുടെ നടുവിൽ ജീവിക്കുമ്പോൾ നിഷ്കളങ്കരായി ദൈവത്തിന്റെ പ്രിയ മക്കളായി ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തെ ജ്യോത്സ്യകളെ പോലെ പ്രകാശിക്കണമെന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം നമ്മളിൽ കൃപമേൽ കൃപ പകർന്ന് ഈ ലോകത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മെ നടത്തുന്നു. കൃപമേൽ കൃപ എന്ന് പറഞ്ഞ് അതിനാണ് പാപം ചെയ്തിട്ട് അതിന് മാറ്റാനുള്ള ലൈസൻസ് ഒന്നുമല്ല. പാപം ചെയ്യാതിരിക്കാൻ ദൈവം നമുക്ക് കൃപമേൽ കൃപ പകർന്ന് നടത്തുന്നു. ന്യായപ്രമാണത്തിലെ കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുന്ന ഒരു നാളും വരുതേ. നാം കൃപയ്ക്ക് അധീനരാണ്, നമ്മൾ ന്യായപ്രമാണത്തിനല്ല. 16 നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവർ ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. രണ്ടേ ഉള്ളൂ. ഒന്ന്, മരണത്തിനായി നമ്മൾ പാപത്തിന്റെ ദാസന്മാരാകാം, അല്ലെന്നുണ്ടെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാരാണ്. കാരണം സത്യം അറിഞ്ഞിട്ട് അനുസരിക്കണമെങ്കിൽ അത് അനുസരിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം നമ്മളെ വിശ്വസിച്ചു എന്ന് പറഞ്ഞെങ്കിലും അനുസരിക്കാതെ ജീവിക്കുന്നുവെങ്കിൽ നാം അനുസരണക്കേട് കാണിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് കൂടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ജഡസംബന്ധമായി മരിച്ചിരിക്കണം. 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും ഒരു കാലത്ത് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പൗലോസ് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യരിതിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാലത്ത് അധർമ്മത്തിന് ആയുധങ്ങൾ അടിമകളാക്കി അധർമ്മത്തിനായി അനീതിക്കും അശുദ്ധിക്കും അടിമകളാക്കി നിങ്ങളെ സമർപ്പിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ഇനി നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഇനി 20-21. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ, അതിന്റെ അവസാനം മരണമല്ലോ. നമുക്കൊക്കെ തോന്നുന്നതല്ലേ, നമ്മൾ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? ദൈവവചനം കേട്ടു, കൊച്ചിലെ മുതൽ ദൈവവചനം പഠിച്ചു വന്നു, ഞാൻ ആരാണ്ടാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ മനസ്സിലായി, എൻ്റെ കർത്താവേ എന്തൊക്കെ പാവങ്ങളാ ചെയ്തതെന്നല്ലേ. അപ്പം അങ്ങനെ നമുക്ക് വെളിച്ചം വന്നപ്പോൾ നമ്മൾ എന്താ മനസ്സിലായത്? നമുക്ക് ലജ്ജ തോന്നുക അല്ലേ. അപ്പം
അതിന്റെ അവസാനം മരണമല്ലോ. ഇനി ലജ്ജിക്കാനായിട്ട് ഇടയാക്കി തീർക്കില്ല. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനതയപ്പോൾ ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. അതുകൊണ്ടാ പൗലോസ് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അനീതിക്കും അശുദ്ധിക്കും സമർപ്പിച്ചതുപോലെ ഇനി അങ്ങനെ ആകരുത്. നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. 22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അത്യന്തം ജീവനുമായിരുന്നു. നമ്മള് മരണത്തിന് അല്ലെങ്കിൽ അധർമ്മത്തിനും അനീതിക്കും അടിമകളാക്കി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിച്ചിരുന്ന ഒരു കാലത്ത്, അല്ലെ, നമ്മൾ അറിയാതെ തന്നെ സമർപ്പിച്ചിരുന്നു. ആ കാലത്ത് നമുക്കുണ്ടായിരുന്ന നിത്യമരണമായിരുന്നു. അതിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മളിപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരാ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസിമാരാ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും അത്രേ എന്ന് പറയുന്നു. പാപത്തിന്റെ 23-ാമത്തെ വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. അങ്ങനെ നിത്യജീവൻ നമുക്കാകാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നമ്മളെ മക്കളാക്കി തീർത്തു. ആ ദൈവത്തിന് സ്തോത്രം, അല്ലെ? ഓക്കെ, നമുക്ക് അപ്പം റോമാലേഖനം 6-ാം അധ്യായമാ പറയുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫാ 7 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. നാം എങ്ങനെയാ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നാം ദൈവത്തിനു വേണ്ടി ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ നിത്യരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുള്ളൂ. നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തെ മരിപ്പിച്ച് നാം മുമ്പോട്ട് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 4-ന്റെ 1-2 വാക്യങ്ങൾ. 1 പത്രോസ് 4-ന്റെ 1-2 വാക്യങ്ങൾ മാത്രം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമാക്കി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്ന, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പം നാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ പാപം വിട്ടൊഴിഞ്ഞേ മതിയാകത്തുള്ളൂ. പാപം വിട്ടൊഴിഞ്ഞ് നമ്മുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പിൻ. എന്തുകൊണ്ട്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. നമ്മെ ആരും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല, പക്ഷെ ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുര്യമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ, പാപികൾക്ക് വേണ്ടി ഒരു മനുഷ്യനും മരിക്കാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു. നമ്മൾ വിചാരിക്കും നമ്മൾ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, നാം പാപം അങ്ങനെ വലിയ കൊലപാതകവും കള്ളത്തരവും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആദമ്യ പാപത്താൽ എല്ലാവരും മരിച്ചു. ആ ഒരുവന്റെ ഏക മനുഷ്യന്റെ അനുസരണക്കേടുക അനേകർ പാപികളായി തീർന്നെന്ന റോമാലേഖനം പറയുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേട് അനേകർ പാപികളായി തീർന്ന പോലെ ഏക മനുഷ്യനായ യേശുവിന്റെ അനുസരണ അനേകർ നീതിമാന്മാരായി തീരും. അപ്പം കർത്താവ് എങ്ങനെയാ അനുസരിച്ചത്? ദൈവത്തെ അനുസരിച്ച് തന്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തു. ആ ക്രൂശ് അർപ്പിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നമ്മളെ ആരും രക്ഷിപ്പാനില്ലായിരുന്നു. നാം പാപത്തിന് അടിമത്തത്തിലായിരുന്നു, നിത്യമരണത്തിന് അധീനത്തിലായിരുന്നു. നമ്മെ വിടുവിച്ചു കർത്താവ്, നമ്മെ രക്ഷിച്ചിരിക്കെ നാം ഇനി നമ്മൾക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നമുക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാ ദൈവത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുന്നതിന് കാരണം നമ്മൾ എത്രത്തോളം പാപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടാണ്. ആ സുവിശേഷം നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിന് വേണ്ടി ജീവിക്കാത്ത. വീണ്ടും നമ്മുടെ മോഹങ്ങളിലൂടെയും നാം പാപങ്ങളിലൂടെയും പോകുന്നതിന് കാരണം നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു. നാം എത്രത്തോളം പാപത്തിന്റെ ആഴത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാകുന്നു എങ്കിൽ നാം അവനിൽ വിശ്വസിക്കുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വീണ്ടും പഴയതുപോലെ നടക്കുകയും ചെയ്യുന്നതിന് ഒന്നുകിൽ അവർക്ക് രക്ഷയുടെ ബോധ്യമില്ലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തങ്ങൾ ഏതൊരു പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു എന്നുള്ള ആഴമായ ഒരു
ആ ഒരു അറിവ് അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെ എന്തുമാത്രം ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇങ്ങനെ ആയിത്തീർന്നെ. നോക്കിയാണെങ്കിൽ ഈ ലോകത്തില് എന്തും നേടിയാലും നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ചു പോകാവുന്നേ ഉള്ളൂ. പക്ഷെ നിത്യരാജ്യത്തിന് അവകാശികളായി തീരണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ഒക്കെയുള്ളൂ. ഈ ലോകത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും, ഡോക്ടറേറ്റ് നേടിയെന്ന് പറഞ്ഞാൽ, ഈ ലോകം മുഴുവനുള്ള സമ്പാദ്യം പിടിച്ചടക്കാനുള്ള സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നതല്ല. അങ്ങനെയുള്ള ഒരവസ്ഥയില് ഈ ലോകത്തിൽ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നതല്ല. ആ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാതിരിക്കുക. ഒരു വലിയൊരു സമാധാനം നമ്മളുടെ ഉള്ളിൽ തന്നിട്ട് ദൈവത്തിന്റെ മക്കളാകുവാൻ നമുക്ക് കൃപ തന്ന ദൈവത്തിന്റെ സ്തോത്രം. ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകൾ വരണം. നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു ദൈവത്തിന്റെ മക്കളായി തീരാൻ. ആകാശവും ഭൂമിയും ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ച ആ ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളാകുവാൻ ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. നമ്മളെപ്പോലുള്ള എത്രയോ സമകാലികൾ, നമ്മളെപ്പോലെ നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ ബന്ധുക്കാരുണ്ട്, എല്ലാവരും ഇപ്പോഴും ദൈവത്തെ അറിയാതെ നടക്കുമ്പോൾ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം തന്ന ദൈവത്തിന്, നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം. നാം അവനെ തെരഞ്ഞു എന്നല്ല. പലരും പറയുന്നുണ്ട് ഞാൻ കർത്താവിനെ തെരഞ്ഞു എന്ന്. ഒരിക്കലും കർത്താവിനെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ദൈവം നമ്മെ തിരഞ്ഞു. നാം ദൈവത്തിന് ഫലം കായ്പാൻ നമ്മെ ആക്കി വെച്ചിരിക്കുക. അപ്പം നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ കർത്താവിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറിപ്പോകുവാനായിട്ട് കഴിയുമല്ലേ? നമ്മളെ സ്നേഹിച്ചൊരു ദൈവം, നമ്മളെ വിശ്വസിപ്പാൻ കാരണമാക്കി തീർന്നൊരു ദൈവം, സകലത്തിനും കാരണഭൂതൻ അവൻ തന്നെയാ അല്ലേ? അങ്ങനെയല്ലേ വചനം പറയുന്നേ? സകലവും അവനിൽ നിന്നും അവങ്കിലേക്കും അവനാലും ആകുന്നു, അവൻ എന്നേക്കും മഹത്വമാമേൻ. നമ്മളുടെ ഒരു കഴിവുമല്ല, നമ്മളുടെ ഒരു മിടുക്കുമല്ല, നമ്മളുടെ ഒരു വിശുദ്ധിയുമല്ല. കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത ഒരേ ഒരു അകൃപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. എന്തുകൊണ്ട്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു വന്നു. ഇനി ജീവിക്കുന്നവർ തനിക്കായിട്ടല്ല, നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. അതുകൊണ്ട് നാമും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച ഉയർത്തെഴുന്നേറ്റവനായിട്ട് നമുക്കും ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.